തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിൽ മാത്രമാണ് പതിനായിരക്കണക്കിന് ഖുർആൻ വായിക്കുകയും വായിക്കുന്നത് മനസ്സിലാക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന പണ്ഡിതന്മാരുള്ളത്. അത് പുരുഷന്മാരും സ്ത്രീകളും ഈ കാര്യത്തിൽ ഒരുപോലെ അവരവരുടേതായ പങ്ക് വഹിക്കുന്നു എന്നത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലം മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു ദുരഭിമാനം പറയലല്ല. വിശുദ്ധ ഖുർആൻ സ്വീകരിച്ച ഒരു ജനത, ആ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു ജനത ഈ രൂപത്തിൽ മാറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയാനാണ് ആമുഖമായി ഈ കാര്യം സൂചിപ്പിച്ചത്. പക്ഷെ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിലേക്കും പ്രവാചകന്റെ സുന്നത്തിലേക്കും ആളുകളെ ക്ഷണിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പഴയതിൽ നിന്ന് പുതിയ ദിശയിലേക്ക് മാറിയതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളോട് പറഞ്ഞ ഒരു വചനം ഇബ്നു ഹിഷാം അദ്ദേഹത്തിന്റെ സീറയിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: അദ്ഉക്കും ഇലാ ഇബാദത്തില്ലാഹി മിൻ ഇബാദത്തിൽ ഇബാദ് വഅദ്ഉക്കും ഇലാ വിലായത്തില്ലാഹി മിൻ വിലായത്തിൽ ഇബാദ്. ജനങ്ങളെ, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അല്ലാഹു അല്ലാത്ത അടിമകളെ, പടപ്പുകളെ ആരാധിക്കുന്നതിൽ നിന്ന് അല്ലാഹു ആകുന്ന റബ്ബിനെ ആരാധിക്കുന്നതിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. വഅദ്ഉക്കും ഇലാ വിലായത്തില്ലാഹി മിൻ വിലായത്തിൽ ഇബാദ്. അല്ലാഹു അല്ലാത്ത രക്ഷാകേന്ദ്രങ്ങളിൽ നിന്ന്, ഔലിയാക്കന്മാരിൽ നിന്ന് അല്ലാഹുവിനെ മാത്രം വലിയായി സ്വീകരിക്കാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ ആളുകളെ വിളംബരം ചെയ്ത ഈ വിഷയം, ആളുകൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നു എന്നതാണ്. അത് മരിച്ചുപോയ മഹാത്മാക്കളായാലും വിഗ്രഹങ്ങളായാലും മരമായാലും ഹജറായാലും ഷജറായാലും എല്ലാം അള്ളാഹു അല്ലാത്തവർ എന്ന ഗണത്തിലാണ് ഈ പറഞ്ഞതെല്ലാം എണ്ണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ, നമ്മൾ ഖുർആനിനെ 4 ഭാഗമാക്കിയാൽ അതിന്റെ 3 ഭാഗവും പരാമർശിക്കുന്നത് തൗഹീദും പരലോകവും ചേർത്ത് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന വിഷയത്തോടൊപ്പം ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് ആഖിറത്തിനെ സൂചിപ്പിക്കുന്നത്. അതിന് കാരണം എന്താണ്? നമ്മളെ വിചാരണ ചെയ്യുന്നവന് അള്ളാഹുവാൻ, നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവാൻ, നമ്മൾക്ക് ലോകത്തിലുള്ള സകല സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ളത് പടച്ചവനാണ്. ആ പടച്ചവനാണ് നമ്മളെ മരിപ്പിക്കുന്നത്, ആ പടച്ചവനാണ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, ആ പടച്ചവനാണ് നമ്മളെ വിചാരണ ചെയ്യുന്നത്. ആ അള്ളാഹുവിന്റെ കയ്യിലാണ് നരകവും സ്വർഗവും ഉള്ളത്. അതുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയോട് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ, സർവ മനുഷ്യർക്കും സർവ ജിന്നുകൾക്കും വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ, അണുവോളം അളവ് നന്മയായാലും തിന്മയായാലും അതിന് പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇത് പറഞ്ഞാണ് എല്ലാ നബിമാരും വരുന്നത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഒരു പ്രവാചകൻ വന്നാൽ പോലെ ആദം നബി അലൈഹിസ്സലാം വന്നു. ആദം നബി അലൈഹിസ്സലാം ആളുകളോട്, ആദമിന്റെ മക്കളോട്, അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളോട് അദ്ദേഹം ഇങ്ങനെ പ്രബോധനം ചെയ്ത് ആ ആശയം കൈമാറി വന്നാൽ പോലെ അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ ആ ആദമിന്റെ പിന്മുറക്കാരിൽ നിന്നാണ് ശിർക്ക് ചെയ്യുന്ന, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന വദ്ദിനെയും സുവാരിനെയും യഹൂസിനെയും യഊഖിനെയും നസ്റിനെയും ആരാധിക്കുന്ന ആളുകൾ ഉണ്ടായത്. ശ്രദ്ധിച്ചു നോക്കൂ, ഈ പേരുകൾ സൂചിപ്പിക്കുന്നത് വദ്ദ് ആളുകൾക്കിടയിൽ സ്നേഹബന്ധമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ദിവ്യത്വമുള്ള ആളാണത്രേ. സുവാഹ് അളവ് പാത്രങ്ങൾ നിറയാൻ, ധാന്യങ്ങൾ നിറച്ചു തരാൻ, കൃഷിയിൽ അഭിവൃദ്ധി നേടാനുള്ള, പ്രാർത്ഥിക്കാനുള്ള, സഹായം ചോദിക്കാനുള്ള ആളാണത്രേ സുവാഹ്. യഹൂസ് ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചു തരാനുള്ള ആളാണത്രേ യഹൂസ്. യഊഖ് കഠിനമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ ആ പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ആളാണത്രേ യഊഖ്. എല്ലാ സഹായങ്ങളും ചെയ്യാൻ കഴിവുള്ളവനാണത്രേ നസ്ർ. ഈ ആളുകൾക്ക് ഈ പേര് നൽകി. ഇവയെ ആരാധിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും ഇസ്തിഗാസ നടത്തിയിരുന്നതും ആരാ? സഹോദരങ്ങളെ, ആദമിന്റെ പേരക്കുട്ടികളാ. ആദം ഏകദൈവ ആരാധകനും ഏകദൈവ വിശ്വാസിയുമാണ്. ആ ആദമിന്റെ പേരക്കുട്ടികളാണ് ഈ ശിർക്ക് ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കണം.
ആദമിന്റെ പേരക്കുട്ടികളെ തിരിച്ചു വിളിക്കാനാണ് നൂഹ് നബി അലൈഹി സ്വലാം വന്നത്. അദ്ദേഹം പറയുന്നൊരു വാക്ക് നമ്മൾ ശ്രദ്ധിച്ചോ? യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ. യാ ഖൗമി, എന്റെ ഖൗമേ, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനല്ലാത്ത ഒരു ആരാധ്യം നിങ്ങൾക്കില്ല. എന്താ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കാത്തത്? ഈ പറയുന്നത് ആരോടാ? ആദമിന്റെ പേരക്കുട്ടികളോടാണ് ഈ പറയുന്നത്. എന്നിട്ട് ആദമിന്റെ പേരക്കുട്ടികളെ വിളിച്ചു 950 വർഷം പ്രബോധനം നടത്തിയ നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് അവസാനം ഇങ്ങനെ പ്രാർത്ഥിച്ചു: അല്ലാഹുമ്മ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. പടച്ചവനെ, ഈ ആളുകളെ ഇനി നീ ഭൂമുഖത്ത് ബാക്കി വെച്ചാൽ ഇവർ ജനിപ്പിച്ചുണ്ടാക്കുന്നത്, ഇവർ പെറ്റുണ്ടാക്കുന്നത് കന്മാടികളും ദുഷ്ടന്മാരുമായ ആളുകളെയായിരിക്കും റബ്ബേ. എന്താ കാരണം? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർക്ക് തെറ്റ് ചെയ്യാൻ സാധ്യമല്ല. അവനാണ് വിചാരണ ചെയ്യുന്നവൻ, അവനാണ് പരലോകത്ത് ആളുകളെ കണക്ക് പരിശോധിക്കുന്നവൻ. ആ അള്ളാഹുവല്ലാതെ ആരും അവിടെ രക്ഷകരായി ശിക്ഷകരായിട്ടില്ല. അതുകൊണ്ട് ആ പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടതുണ്ട്. അത് നൂഹ് നബി അലൈഹി സ്വലാം ആളുകളോട് പറഞ്ഞു. പക്ഷേ ആളുകൾ സ്വീകരിച്ചില്ല. അല്ലാഹുവല്ലാത്ത ഒന്നിനെയും സ്വാലിനെയും അവർ ആരാധിച്ചു, ഇസ്തിഗാസ നടത്തി. ആ ജനങ്ങളെ അല്ലാഹു തആല നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു നൂഹ് നബി അലൈഹി സ്വലാം. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായി. ഞാനിത് വിശദമായി പറയുകയല്ല. കപ്പലിൽ കയറിയ ആളുകൾ നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന്റെ കൂടെ കപ്പലിൽ കയറിയ ആളുകൾ ഏകദൈവ ആരാധകന്മാരും ഏകദൈവ വിശ്വാസികളുമായിരുന്നു. അവരാണ് ഭൂമുഖത്തിറങ്ങിയത്. ഇനി ഭൂമുഖത്ത് ശിർക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഭൂമുഖത്തുള്ളത്. ഇനി ശിർക്കുണ്ടാകാൻ പാടില്ല. പക്ഷേ ശിർക്ക് സംഭവിച്ചോ? ആ ഭൂമുഖത്ത് ഇറങ്ങിയ മുവഹ്ഹിദുകളിൽ നിന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വിശ്വാസികളിൽ നിന്ന് വീണ്ടും ശിർക്ക് ചെയ്യുന്ന, അള്ളാഹുവല്ലാത്തവരോട് ഇസ്തിഗാസ തേടുന്ന ആളുകൾ, തലമുറകൾ വീണ്ടും ഉണ്ടായി. അങ്ങനെ വീണ്ടും പ്രവാചകന്മാർ വന്നു. ഒരു പ്രവാചകൻ വരുന്നതിന് പകരം ആയിരക്കണക്കിന് നബിമാരാണ് ഭൂമുഖത്ത് വന്നുപോയത്. ആയിരക്കണക്കിന് നബിമാർ. എന്തിന്? അള്ളാഹുവിലേക്ക് ആളുകളെ തിരിച്ചു വിളിക്കാൻ. ശിർക്കിലേക്ക് വഴുകിപ്പോയ, വ്യതിയാനം സംഭവിച്ച ആളുകളെ തൗഹീദിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്: വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനും വന്നിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ഒരു പ്രവാചകനും വന്നിട്ടില്ല. അതിന് കാരണം ആളുകൾ ശിർക്കിലേക്ക് പോയപ്പോ അവരെ തിരിച്ചു വിളിക്കാനാണ് നബിമാര് വന്നത്. ഇത് ഇപ്പൊ പറയേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. നമ്മൾ ശരിക്കും ആലോചിക്കണം. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാം മരിച്ചുപോയി. നൂഹ് നബിയുടെ പിൻഗാമികൾ വീണ്ടും ശിർക്കിലേക്ക് മുഖം കുത്തി വീണു. അവരെ തിരിച്ചു വിളിക്കാൻ പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരിൽ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട 2 പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരിൽ പ്രധാനപ്പെട്ട 2 പ്രവാചകന്മാരുണ്ട്. ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഒന്ന് മൂസാ നബി അലൈഹി സ്വലാം. ആലോചിച്ചു നോക്കൂ. മൂസാ നബി അലൈഹി സ്വലാമിയുടെ മുമ്പ് വന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഖലീലുള്ളയാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആളുകളോട് പറഞ്ഞത് എന്തെന്നറിയാത്ത ഒരൊറ്റ പടപ്പ് ഈ ദുനിയാവിൽ എല്ലാവർക്കും അറിയാം ഇബ്രാഹിം നബിയുടെ ചരിത്രം. ജൂതന്മാർ പറഞ്ഞത് ഞങ്ങളുടെ നേതാവാണ് ഇബ്രാഹിം എന്നാണ്. നസ്രാക്കൾ പറഞ്ഞത് ഞങ്ങളുടെ നേതാവാണെന്നാണ്. നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പല രൂപത്തിലും ഇബ്രാഹിം നബിയെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിനെ അതിരൂക്ഷമായി പ്രതികരിച്ച മനുഷ്യനാ, പ്രവാചകനാ. وَبَدَا بَيْنَنَا وَبَيْنَكُمُ الْعَدَاوَةُ وَالْبَغْضَاءَ أَبَدًا حَتَّى تُؤْمِنُوا بِاللَّهِ وَحْدَهُ. ഞങ്ങളും നിങ്ങളും തമ്മിൽ, ഏകദൈവ ആരാധകന്മാരും ബഹുദൈവവാദികളും തമ്മിൽ നിരന്തരമായ ഈ ശത്രുത നിലനിൽക്കുക തന്നെ ചെയ്യും. ഇത് നിലനിൽക്കുക തന്നെ ചെയ്യും. حَتَّى تُؤْمِنُوا بِاللَّهِ وَحْدَهُ. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതുവരെ എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചത് ഖുർആനിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സമൂഹം വകവരുത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ആളുകൾ വിശ്വാസികളായിട്ടുണ്ടായിരുന്നു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തെ വകവരുത്തിയത് തീക്കുണ്ടാരത്തിൽ എറിഞ്ഞിട്ടാ. പക്ഷേ അവരുടെ ശ്രമം വിജയിച്ചില്ല. ആ തീക്കുണ്ടാരത്തിലേക്ക് വീണുപോകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് എന്താ? ഹസ്ബി അല്ലാഹ് വ നിഅമൻ നസീർ. റബ്ബേ, എനിക്ക് നീ മതി, എനിക്ക് എന്റെ റബ്ബ് മതി, സഹായിക്കുവാൻ എത്ര നല്ലവനാണ്
തീയിലേക്ക് വീഴുമ്പോ ആ തീക്കുണ്ടാരം ഒരുക്കിയത് ഇബ്രാഹിം എന്ന പുത്തൻവാദിയെ നശിപ്പിച്ചു കളയാൻ വീടുകളിൽ നിന്ന് വിറകുകൾ നേർച്ച നേർന്നതാണ്. ഇബ്രാഹിം നബി ഇസ്ലാമിൽ ഒരുക്കൂട്ടിയ വിറകിന്റെ കൂമ്പാരം നേർച്ച നേരുകയാണ്. ഓരോ കുടുംബത്തിൽ നിന്നും 2 കെട്ട് 3 കെട്ട് 4 കെട്ട് വിറക് പുത്തൻവാദിയെ നശിപ്പിക്കാൻ. എന്നിട്ട് അദ്ദേഹത്തെ അള്ളാഹു തആല രക്ഷപ്പെടുത്തി. ആ വിറകൊരുക്കി കൊടുത്ത ആ ആളുകൾക്കിടയിലേക്ക് അള്ളാഹു കൊതുകുകളെയാണ് നിയോഗിച്ചത്. കൊതുകുകൾ ഈ ആളുകൾക്കിടയിലേക്ക് പറന്നു കയറി അവര് കുത്തിവെച്ച പനിയുമായി നൂറുകണക്കിന് ആളുകൾ, നമ്രൂദിന്റെ നാട്ടിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീണു. ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ കുരുത്തക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ ഇബ്രാഹിം നബിയെ തീരെറിഞ്ഞ ആ സമൂഹത്തിന് അല്ലാഹു തആല അങ്ങനെ ഭീകരമായൊരു ശിക്ഷ കൊടുത്തു. അയച്ചു നോക്കൂ, ആ ഇബ്രാഹിം നബിയുടെ പിൻഗാമികൾ വിഗ്രഹങ്ങളെ കൊത്തിയെടുത്ത, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നതിന് ഒറ്റയാൾ പട്ടാളമായി സമരം ചെയ്ത ആ ഇബ്രാഹിം നബി ഇസ്ലാമിനെ ഉമ്മത്തെന്ന് വിളിച്ച ആ ഇബ്രാഹിം നബിയുടെ പിൻഗാമികൾ ആ ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ വിഗ്രഹം സ്ഥാപിച്ചുകൊണ്ടാണ് ലോകത്ത് അദ്ദേഹത്തിന്റെ ആദർശത്തിനെതിരെ തിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആദർശത്തിനെതിരെ തിരിഞ്ഞു. ഇതാണ് ലോകത്തിന്റെ ചരിത്രം. തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക്, തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് വരുന്ന അവസ്ഥ. മൂസാ നബി ഇസ്ലാം വന്നോ? ഞാൻ ചുരുക്കി പറയുകയാണ്. മൂസാ നബി ഇസ്ലാം വന്നോ? മൂസാ നബി ഇസ്ലാം ഫറോവയെ ആരാധിക്കുന്ന, ഫറോവയുടെ കാലത്ത് ആരാധനകൾ ചെയ്യുന്ന സകല ആരാധ്യന്മാരെയും തള്ളിപ്പറഞ്ഞ് മൂസാ നബി ഇസ്ലാമിയുടെ കൂടെ വന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, മുഅ്മിനുകള്. ആ മുഅ്മിനുകളിൽ 2 തരം ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന്, മൂസാ നബി ഇസ്ലാമിയുടെ കൂടെ ഇറങ്ങിപ്പുറപ്പെട്ട ഇസ്രായേലിയർ. രണ്ടാമത്തെ, അദ്ദേഹത്തോട് മത്സരത്തിൽ പരാജയപ്പെട്ട മായാജാലക്കാർ. മുഴുവൻ ആളുകൾക്കും പോകാൻ കൂടിയില്ല. മത്സരം നടന്നു. മൂസാ നബി ഇസ്ലാം വിജയിച്ചു. മായാജാലക്കാർക്ക് മനസ്സിലായി ഇത് ഒറിജിനലാ, ഇത് തട്ടിപ്പോ കൺകെട്ടോ അല്ല, ഇത് ഒറിജിനലാ. തങ്ങൾ ചെയ്യുന്നത് മായാജാലമാണ്, മിസ്മരിസമാണെന്ന് മനസ്സിലാക്കിയ ഈ ആളുകൾ മായാജാലക്കാർ. അവർ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ മൂസയുടെയും ഹാറൂന്റെയും രക്ഷിതാവിൽ വിശ്വസിച്ചു എന്ന്. അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ കൂടെ പോകാൻ ഒരുങ്ങി. പക്ഷേ ഭൂരിപക്ഷം ആളുകളെയും ഫറോ പിടികൂടി മാരകമായ വിധത്തിലാണ് അവരെ കൊല ചെയ്തത്. പല ഉഖത്തിയന്ന ഐദിയക്കും അർജുനക്കും മിൻ ഖിലാഫ്, പല ഉസല്ലിബന്നക്കും ഫീ ജുദൂഇൻ നഖലി, പല തഅലമുന്ന അയ്യുനാ അശദ്ദു അദാബൻ വഅബ്ഖാ. കൈകാലുകൾ വിചിത്രമായി ഛേദിക്കുമെന്നാണ്, കുരിശിൽ തറച്ചു കൊല്ലുമെന്നാണ്. ഭൂരിപക്ഷം ആളുകളെയും അയാൾ പിടികൂടി കൊന്നുകളഞ്ഞു. ബാക്കിയുള്ള ആളുകൾ മൂസാ നബിയുടെ കൂടെ പോയി. ഇസ്രായേലിയർ, മൂസാ നബിയെ വിശ്വസിച്ച മുഅ്മിനുകളായ മുസ്ലിങ്ങളായ ഇസ്രായേലിയർ മൂസാ നബി ഇസ്ലാമിയുടെ കൂടെ തുരിസീന പർവ്വതത്തിന്റെ താഴ്വാരത്തേക്ക് ചെന്നു. നമ്മളിങ്ങനെ പറയും, മുജാഹിദികൾ ഇങ്ങനെ കൂടിയിരിക്കുമ്പോ പറയും, എങ്ങനെ സംഭവിച്ചു മുജാഹിദികൾക്ക് ഈ ശിർക്കിനെ കുറിച്ചുള്ള ആരോപണം? എന്റെ സഹോദരൻ പറയുന്നത്, എന്റെ സുഹൃത്ത് പറഞ്ഞത്, ഏതെങ്കിലും വിഷയത്തിൽ എന്നെ ആക്ഷേപിക്കുന്നതിൽ എനിക്ക് പരാതിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കുമ്പോൾ അത് മനസ്സിൽ വല്ലാത്ത വേദനയുണ്ടാക്കുന്നു. ആ കാരണം പറഞ്ഞ് പുറത്താക്കുന്നതിനാണ് ഞങ്ങൾക്ക് പരാതിയുള്ളത് എന്ന്. ഇത് കേൾക്കുന്ന മുജാഹിദ് സഹോദരന്മാർ ഒരു കാര്യം ആലോചിക്കണം. നമ്മൾക്ക് മാത്രമായിട്ട് തകരാറ് പറ്റുകയില്ലെന്ന് ഖുർആനിലും ഹദീസിലുമില്ല. 2 പ്രവാചകന്മാർ മേക്കാനും നോക്കാനുമുള്ള ഒരു ജനതയുടെ ചരിത്രമാണ് ഖുർആൻ പറഞ്ഞു തന്നത്. തുരിസീന പർവ്വതത്തിന്റെ താഴ്വാരത്ത് മന്നയും സെൽവയും സമയാസമയങ്ങളിൽ ഇറങ്ങുന്ന അനുഗ്രഹത്തിന്റെ മേൽക്കൂട ചൂടിയ, ധനലിടാൻ വേണ്ടി അല്ലാഹു തആല മേഘം നൽകിയ, മേഘം കൊണ്ട് കുടവീഴ്ച കൊടുത്ത ഇസ്രായേലിയരെ അല്ലാഹു തആല സകല കാലത്തേക്കും ദൃഷ്ടാന്തമായി ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നു. ഈ ആളുകൾ മരുഭൂമിയിൽ താമസിക്കുമ്പോ അവരിലേക്ക് ശിർക്ക് കടന്നു വരാൻ 400 കൊല്ലം കഴിഞ്ഞിട്ടില്ല, 40 കൊല്ലം കഴിഞ്ഞിട്ടില്ല, 4000 കൊല്ലം കഴിഞ്ഞിട്ടില്ല. 40 ദിവസം മാത്രമാണ് തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് തിരിച്ചു നടക്കാൻ ഒരു സമൂഹത്തിന് സമയമുണ്ടായത്. നമ്മൾ ആലോചിക്കണം. മൂസാ നബി ഇസ്ലാം ആ കാലക്കാർ അല്ലാഹു അദ്ദേഹത്തോട് ചെല്ലാൻ പറഞ്ഞത് തൗറാത്ത് സ്വീകരിക്കാൻ. അദ്ദേഹത്തിന്റെ കൂടെ ഏതാനും അനുയായികളുണ്ട്. എന്തൊരു ആർപ്പുവിളിയോടെ, സന്തോഷത്തോടെ, ആഹ്ലാദ
ആഹ്ലാദത്തോടെ ആനന്ദത്തോടെയാണ് മൂസാ നബി അലൈഹി സ്വലാം തൗറാത്തുമായി തന്റെ സഹപ്രവർത്തകരുടെ കൂടെ ഇറങ്ങി വരുന്നത്. എന്തൊരു ആഹ്ലാദത്തോടുകൂടെയാണ് അള്ളാഹുവിനോട് സംസാരിച്ചതിലുള്ള സന്തോഷം, ഈ ആളുകൾക്ക് കൊടുക്കാനുള്ള വേദവുമായി വരുന്നതിനുള്ള സന്തോഷം, ഈ ആഹ്ലാദവുമായി വരുന്ന മൂസാ നബി അലൈഹി സ്വലാം കാണുന്നത് എന്താ? അറിയാത്ത ചരിത്രമല്ല, നമ്മൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. ഇത് പറഞ്ഞേ മതിയാകും നമ്മൾക്ക്. അദ്ദേഹം തിരിച്ചു വരുമ്പോ കാണുന്നത് 40 ലൈല, 40 രാവും 40 പകലും 40 ദിവസം മൂസാ നബി അലൈഹി സ്വലാം അവരിൽ നിന്ന് അകന്നു നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ ഒരു ഖലീഫ, അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധി ഹാറൂൻ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ കൂടെ സാമിരി എന്ന മല്ല, സാമിരി എന്ന പുരോഹിതൻ, സാമിരി എന്ന പിശാച് 40 ദിവസത്തിന് ശേഷം ഈ ആളുകളെ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന പരുവത്തിലേക്ക് മാറ്റിയെടുത്തത് ഖുർആൻ പറയുന്ന ചരിത്രമാണ്. ഖുർആൻ പറയുന്ന ചരിത്രമാണ്. 40 ദിവസം, വെറും 40 ദിവസം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വന്ന ജനത, മുസ്ലിങ്ങൾ, മുഅ്മിനീങ്ങൾ പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനു മുമ്പ് അതിനു ചുറ്റും തവാഫ് ചെയ്യുകയും അതിനടുത്ത് ഭജനമിരിക്കുകയും ചെയ്യുന്ന കാഴ്ച എത്ര ദയനീയമായിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാം കാണുന്നത്. കയ്യിലുണ്ടായിരുന്ന തൗറാത്ത് വലിച്ചെറിഞ്ഞില്ലേ അദ്ദേഹം ദേഷ്യം പിടിച്ചിട്ട്? ഹാറൂൻ നബി അലൈഹി സ്വലാമയുടെ താടിയും തലയും പിടിച്ചു വലിച്ചില്ലേ അദ്ദേഹം? പക്ഷെ അദ്ദേഹം നിസ്സഹായനായി കൈമലർത്തി, ഞാൻ പറഞ്ഞു നോക്കി മൂസ, എന്റെ സഹോദര, ഞാൻ പറഞ്ഞു നോക്കി, പക്ഷേ എന്റെ വാക്കുകൾക്കൊരു വിലയും അവന് നൽകിയില്ല. ഈ സാമിരിയാണ് അവരെ പഴപ്പിച്ചത്. ആലോചിക്കണം നമ്മള്. 2 പ്രവാചകന്മാർ കൺവെട്ടത്തിലുണ്ടായി നോക്കാനുണ്ടായിട്ടും ശിർക്ക് ചെയ്ത ഒരു ജനതയുടെ ചരിത്രം എന്തേ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്? എന്താ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്? നമ്മൾ വിചാരിച്ചു പോയോ നമ്മുടെ പ്രബോധനം കൊണ്ട് 100 വർഷങ്ങൾക്ക് ശേഷം ലക്ഷോപലക്ഷം വീടുകളിൽ തൗഹീദിന്റെ വെളിച്ചമെത്തിയെങ്കിൽ അതേ വെളിച്ചത്തിൽ നിന്ന്, അതേ തൗഹീദിന്റെ ആളുകളിൽ നിന്ന് ശിർക്കിലേക്കുള്ള വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദയനീയമായ അവസ്ഥയെക്കുറിച്ചാണ് ഈ സൂചിപ്പിക്കുന്നത്. കാരണം വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് അള്ളാഹു വെറുതെ ഇറക്കിയ സൂറത്തല്ല. ചരിത്രം ഇതിന് സാക്ഷിയാണ്, കാലം ഇതിന് സാക്ഷിയാണ്. മനുഷ്യരിങ്ങനെ വഴിതെറ്റിപ്പോകുമെന്നത്. അതിനിടയിലാണ് ഈ സമൂഹത്തിലേക്ക് പുതിയ ശിർക്കിന്റെ വാതായനങ്ങൾ തുറന്ന് പുരോഹിതന്മാർ വേറെ ഒരു രൂപത്തിൽ മുടിയുമായി ഇറങ്ങി വരുന്നത്. നമ്മളൊരു മുടിപ്രശ്നം ചർച്ച ചെയ്യാനല്ല, പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ചില സംഗതികളില്ലേ? മുസ്ലിം സഹോദരന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, അവരൊന്നും മുജാഹിദുകളല്ല. അവരൊക്കെ ഒരുപക്ഷെ ഇത് വലിയ പുണ്യകരമായ ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മൾക്ക് ഈ ആളുകളെ ഉണർത്താനുള്ളത്, നമ്മളെ തന്നെയും തെര്യപ്പെടുത്താനുള്ള ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ വന്നത് തന്റെ ശരീരം പ്രദർശിപ്പിക്കാനായിരുന്നുവോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ ഒരു ഉയരമുള്ള സ്ഥലത്ത് കയറ്റി നിർത്തിയിട്ട്, ജനങ്ങളെ, ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് ഈ കാണുന്ന സുന്ദരനായ, എല്ലാ ആകാര സൗഷ്ഠവമത്തെയും മഹാനായ സുന്ദരനായ മനുഷ്യരിലേക്ക് ക്ഷണിക്കാനാണ്, ഞങ്ങൾ ഈ മുഹമ്മദിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നിങ്ങൾ ആ കൈകൾ നോക്കൂ, നിങ്ങൾ ആ ശിരസിലേക്ക് നോക്കൂ, നിങ്ങൾ ആ വസ്ത്രത്തിലേക്ക് നോക്കൂ, നിങ്ങൾ ആ പുഞ്ചിരിയിലേക്ക് നോക്കൂ, അദ്ദേഹത്തിന്റെ നിറത്തിലേക്ക് നോക്കൂ. അതിലേക്ക് ക്ഷണിക്കാൻ വന്ന ആളുകളാണോ മുസ്ലിങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു അവസരത്തിൽ അങ്ങനെ ആളുകളോട് പറഞ്ഞു, എന്റെ ശരീരം നിങ്ങൾക്ക് ബർക്കത്താൻ, എന്റെ ശരീരം നിങ്ങൾക്ക് റഹ്മത്താൻ, എന്റെ ശരീരം നിങ്ങൾക്ക് പരലോകത്ത് രക്ഷ നൽകുന്ന കാര്യമാണ് എന്നാണോ റസൂലുള്ളാഹി പറഞ്ഞത്? ആലോചിച്ചു നോക്കൂ. പ്രവാചകന്റേതാണെന്ന് വിശ്വസിക്കുന്ന, പ്രവാചകന്റേതാണെന്ന് പറയുന്ന മുടി, ആ മുടി ഒറിജിനലാണെന്ന് വിചാരിക്കോ? നിങ്ങൾ ഒറിജിനലാണെന്ന് വിചാരിക്കോ? ആ മുടി കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലും, ആ മുടി മുക്കി വെച്ച വെള്ളത്തിലും, അതിന്റെ പരിസരങ്ങളിലും, ആ മുടി നിൽക്കുന്ന നാടുമെല്ലാം ബർക്കത്ത് കൊണ്ട് നിറയും, ബർക്കത്ത് കൊണ്ട് പരിരസിക്കുമെന്ന് വയലു പറയുകയും ലക്ഷോപലക്ഷം വീടുകളിൽ അതിന്റെ സീരികളെല്ലാം ചെയ്യുകയും ചെയ്യുമ്പോ ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ എന്ന നിലയിൽ ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. പ്രവാചക തിരുമേനിയുടെ ഒരു മുടിയല്ല, റസൂലുള്ള തന്നെ ജീവിച്ചിരിക്കുമ്പോഴുള്ള ദുരന്തങ്ങളെ കുറിച്ചൊന്ന് പറയണ്ടേ നമ്മൾക്ക്? റസൂലുള്ള തന്നെ ജീവിച്ചിരിക്കുമ്പോ ആ പ്രവാചകൻ ഏറ്റുവാങ്ങിയ ദുരന്തങ്ങളെ കുറിച്ചൊന്ന് പറയണ്ടേ? ഒരു മുടിയല്ല.
റസൂലുള്ള തന്നെ അയച്ചു നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങാം. പ്രവാചക തിരുമേനിയുടെ മുടിയും പ്രവാചക തിരുമേനിയുടെ ശരീരവും പ്രവാചക തിരുമേനി പരിപൂർണമായും ജീവിക്കുന്ന റസൂലുള്ളയായി ജീവിക്കുന്ന അവസരത്തിലാണ് അള്ളാഹുവിന്റെ റസൂലിന് ജൂതപ്പെണ്ണ് വിഷം കൊടുത്ത് ആ വിഷം ശരീരത്തിലേക്ക് കയറിയത്. മുടിയല്ല, റസൂലുള്ളാഹിന്റെ ശരീരം തന്നെയാണ്. റസൂലുള്ളാഹിന്റെ ശരീരം തന്നെയാണ്. ജൂതപ്പെണ്ണ് കൊടുത്ത വിഷം ശരീരത്തിലേക്ക് കയറി റസൂലുള്ളാഹിന്റെ. നിങ്ങൾ ഇമാം ബുഖാരിയുടെ മറളുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തുഹു, അള്ളാഹുവിന്റെ റസൂലിന്റെ രോഗവും പ്രവാചകന്റെ വഫാത്തും എന്ന അധ്യായത്തിൽ ആദ്യത്തെ ഹദീസ് നോക്കൂ നിങ്ങൾ. ഇമാം ബുഖാരി ഉദ്ധരിച്ച എന്താ പറഞ്ഞത്? പ്രവാചക തിരുമേനി വയറുവേദന പിടിച്ച് പനിച്ചു കിടക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞ വചനം, എന്റെ ഹൃദയത്തെ ആ വിഷം ഇപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്റെ ഹൃദയത്തെ ആ വിഷം ഇപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷ ശരീരത്തിലെ ഞരമ്പുകളിലൂടെ രക്തത്തിലൂടെ ആ വിഷം ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ള. മുടിയല്ല, റസൂലുള്ളാഹിന്റെ ശരീരാണിത്. ആ ശരീരത്തിൽ നിന്ന് വിഷത്തെ തടുത്തു നിർത്താൻ പ്രവാചകന്റെ ശരീരത്തിന് സാധിക്കുമായിരുന്നില്ല. ആ റസൂലുള്ളാഹിന്റെ ഒരു മുടി ഈ ലോകത്തിന് ബർക്കത്തായി വരുമെന്നാണോ? പിന്നെ റസൂലുള്ളാഹിന്റെ സ്വന്തം ശരീരത്തിനൊന്നും സാധിച്ചില്ല, തീരുന്നില്ല. ആ റസൂലുള്ള ആ രോഗം കൊണ്ട് വഫാത്താവുകയും ചെയ്തു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഈ മുടിയും ഈ ശരീരവുമുള്ള സ്ഥലങ്ങളിൽ ബർക്കത്ത്, പ്രവാചകന്റെ ശരീരം കൊണ്ട് ബർക്കത്ത് നിറയുമായിരുന്നുവെങ്കിൽ ശരിക്കാലോചിക്കണം. നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ കാലാകാലങ്ങളിൽ കേൾക്കുന്ന വയലുകളിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പ്രവാചക തിരുമേനിയുടെ അമ്മോശങ്കാക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധാരണ പോലെ മരിച്ച ഒരേ ഒരു മനുഷ്യൻ അദ്ദേഹം മാത്ര. സാധാരണ പോലെ മരിച്ച ആയിഷ ബീവിയുടെ ഉപ്പ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ, റസൂലുള്ളാഹിയുടെ കൂടെ ആദ്യം ഇസ്ലാമിലേക്ക് വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാത്ത ഓരോരുത്തരെയും നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരാ. ഉമർ റളിയല്ലാഹു അൻഹു മരിച്ചതാണോ അതോ കൊല്ലപ്പെട്ടതോ? പ്രവാചകന്റെ അമ്മോശങ്കാക്ക, റസൂലുള്ളാഹിന്റെ അമ്മോശങ്കാക്ക, അള്ളാഹുവിന്റെ റസൂലിന് സ്വന്തം ശരീരം കൊണ്ട് എന്തെങ്കിലും ഒരു ബർക്കത്ത്, ആ ബർക്കത്ത് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവെ സഹായിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തിക്കൊല ചെയ്യാണ്ടായത്. കുത്തിക്കൊല ചെയ്യാം. മുടിയല്ല, റസൂൽ തന്നെ പ്രവാചകന്റെ കൂടെ ജീവിക്കുന്നത് ആ ഉമറിന്റെ മകളാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാ. റസൂലുള്ളാഹിന്റെ ശരീരത്തോട് ചേർന്ന് നിന്ന ശരീരാണ് ഉമറിന്റേത്. കൂടെ നിന്ന ശരീര. ആ ബർക്കത്ത് കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന് എന്തേ കിട്ടിയത്? നമ്മൾ ആലോചിച്ചു നോക്കണ്ടേ. അടുത്ത ആളാരാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മുടിയല്ല, പ്രവാചക തിരുമേനിയുടെ ബീജത്തിൽ പിറന്ന രണ്ട് മക്കളെ, ദന്നൂറൈനീന, രണ്ട് പ്രകാശത്തിന്റെ ഉടമയാണ് ഇതിന്റെ പേരിൽ അപരനാമം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്. രണ്ടു മക്കളെ വിവാഹം ചെയ്ത പ്രവാചകന്റെ മരുമകൻ. വല്ലാത്തൊരു ചരിത്ര ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഞാൻ നീട്ടിപ്പരത്തി പറയില്ല. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് എല്ലാ ബർക്കത്തും പ്രവാചകന്റേത് കിട്ടേണ്ടതാ, എല്ലാ റഹ്മത്തും കിട്ടേണ്ടതാ. ഇന്നത് എന്താണ്ടായത്? പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന ഉസ്മാന്റെ പിന്നാലെ ഒരു പട. അദ്ദേഹത്തിന് സംഗതി മനസ്സിലായി. കൂടെയുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തു, ഉസ്മാൻ, അവര് താങ്കളെ കൊല്ലാൻ വരിക. അദ്ദേഹം വീടിന്റെ മച്ചിലേക്ക് കയറി. നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതുന്ന ഒരാളെ? അതാണ് ചരിത്രത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ദുനിയാവിൽ ഒരാളും ഇങ്ങനെ ചെയ്തിട്ടില്ല. അത്ര സാധുവായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പ്രവാചക തിരുമേനി പോലും റസൂലുള്ളാഹി മരുമകൻ വരുമ്പോ എഴുന്നേറ്റ് നിന്ന് ഉപചാരപൂർവ്വം സ്വീകരിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ഉസ്മാനാ. അത് കാരണം പറഞ്ഞ മലക്കുകൾ പോലും അദ്ദേഹത്തെ കണ്ടാൽ നാണിച്ചു പോകും. അത്ര ശുദ്ധനാണ് ആ മനുഷ്യൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആളുകൾ വീട് പറഞ്ഞപ്പോ അദ്ദേഹം വയലു പറയാണ് കൊല്ലാൻ വന്നവരോട്, ജനങ്ങളെ,
കൊല്ലാൻ 3 കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കണം. ഒന്ന്, ഞാനൊരാളെ കൊല്ലണം. ഞാൻ ആരെയും കൊന്നിട്ടില്ലല്ലോ. ജനങ്ങളെ, ഞാൻ വ്യഭിചരിക്കണം, ഞാൻ വിവാഹിതനാണ്, നിങ്ങൾക്കറിയാം. 2 റസൂലുള്ളാഹിന്റെ മക്കളെ കെട്ടിയ ആളാണ് ഞാൻ ആരെയും വ്യഭിചരിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇസ്ലാം ഇപ്പൊ നിങ്ങൾക്ക് ഇമാമെന്ന് നിന്ന് നമസ്കരിച്ചതാ. ഞാൻ മുസ്ലിമാ. ഇസ്ലാം ഒഴിവാക്കി മുസ്ലിങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കിയ ആളെ കൊല്ലണമെന്നാണ്. ഞാൻ മുസ്ലിമാണ്. നിങ്ങൾക്കതറിയാം. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കൊല്ലുന്നത്? ആലോചിച്ചു നോക്കൂ. അദ്ദേഹം പറഞ്ഞു, ഈ കൈകള് അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുർആൻ എഴുതാൻ ഏൽപ്പിച്ച കൈകളാണിത്. നിങ്ങൾ നമസ്കരിച്ച പള്ളിയുണ്ടല്ലോ, ആ പള്ളി വിശാലമാക്കാൻ കാശ് കൊടുത്തത് ഈ ഉസ്മാന. ആ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നത്. നിങ്ങൾ കുടിച്ച വെള്ളമുണ്ടല്ലോ വേറൊരു റൂമിൽ നിന്ന് ലക്ഷക്കണക്കിന് ദിർഹമുകൾ കൊടുത്ത് അത് മുസ്ലിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തത് ഞാനാണ്. ഈ ഉസ്മാനെയാണോ നിങ്ങൾ കൊല ചെയ്യുന്നത്? പറഞ്ഞു തീരേണ്ട താമസം. മച്ചിൽ നിന്ന് താഴേക്ക് വലിച്ചിട്ട് അദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടി കുന്തത്തിൽ നാട്ടി ശത്രുക്കൾ മുസ്ലിങ്ങളായി അഭിനയിക്കുന്ന മുനാഫിക്കുകളും ജൂതന്മാരും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മരുമകനെ, 2 പെൺമക്കളെ വിവാഹം ചെയ്ത മരുമകനെ ക്രൂരമായി കൊല ചെയ്തു. അള്ളാഹിന്റെ റസൂലിന്റെ ജീവിതത്തോട് ചേർന്നു നിന്നതിന്റെ പേരിൽ, പ്രവാചകന്റെ ശരീരം കൊണ്ട് പ്രവാചകന്റെ ശരീര ബീജത്തിൽ പിറന്ന 2 മക്കളുടെ കൂടെ ജീവിച്ചതിന്റെ പേരിൽ ഒരു അനുഗ്രഹം കിട്ടേണ്ടത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാ. കിട്ടിയോ? ഒരു മുടിയല്ല, റസൂലുള്ളാഹിന്റെ ബീജത്തിൽ പിറന്ന 2 കുട്ടികളാ കൂടെ ഉള്ളത്. ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മള് അടുത്ത മരുവനാരാ? ഫാത്തിമ ബീവിന്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു. എങ്ങനെ കൊല്ലപ്പെട്ടത്? മരിച്ചതാണോ? കൊല്ലപ്പെട്ടതല്ലേ? സുബഹി നമസ്കാരത്തിൽ പള്ളിയിൽ വരുമ്പോ വയറിന് കുത്തിയിട്ട് കുടൽമാലകൾ മണലിലേക്ക് വീണുന്ന കണ്ടുനിന്ന ആളുകൾ, സഹാബത്ത് ഓടിക്കൂടി അത് വാരി പൊതിഞ്ഞ് വയറിൽ വെച്ച് കെട്ടി. അദ്ദേഹം ഷഹീദാവുകയുണ്ടായത്. ഫാത്തിമ ബീവിന്റെ ഭർത്താവ് റസൂലുള്ള പറഞ്ഞത്, എന്റെ എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അള്ളാഹിന്റെ റസൂലിന് എന്തെങ്കിലും ബർക്കത്തുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ കൊല്ലപ്പെടുമായിരുന്നില്ല. ശരീരത്തിന് വേരക്കുട്ടി കയ്യിൽ കിടന്നാ മരിച്ചത്. ഒരു രോമല്ല, ഒരു മുടിയല്ല, രോമങ്ങൾ, നെഞ്ചിലെ രോമങ്ങൾ, ശരീരത്തിൽ രക്തമൊഴുകുന്ന കുട്ടി റസൂൽ കൈ കിടന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ റസൂലുള്ളാഹി കഴിഞ്ഞില്ല. പറഞ്ഞു വെച്ചത് റസൂലുള്ളാഹിന്റെ ശരീരം കാണിച്ചു കൊടുക്കാനല്ല, മുടി കാണിച്ചു കൊടുക്കാനല്ല. നമ്മളത് ആലോചിക്കണം. ആ പ്രവാചകന്റെ കൈകളിൽ കിടന്ന് സ്വന്തം മകൻ ഇബ്രാഹിം ചെറുപ്പത്തിൽ മരിക്കുമ്പോ റസൂലുള്ള ആ മരണപ്പെട്ട കുഞ്ഞിനോട് ഇങ്ങനെ സംസാരിച്ചു, ഇബ്രാഹിം, പൊന്നുമോനെ ഇബ്രാഹിമേ, നിന്റെ വേർപാടിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിതനാണ്. അള്ളാഹ് ഇഷ്ടത്തോടെ പോയി ഞാൻ ചെയ്യുക. ഇത് അള്ളാന്റെ തീരുമാന. കൈകളിൽ കിടന്നു മരിക്കുന്ന റസൂലുള്ളാഹിന്റെ കുട്ടികളും പേരമക്കളും. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആ പ്രവാചകന്റെ ശരീരത്തിന്, ആ പ്രവാചകന്റെ മുടിക്ക്, ആ പ്രവാചക വസ്തുച്ചെന് അള്ളാഹിൽ നിന്ന് വല്ല അനുഗ്രഹവും കിട്ടാൻ ഒരു മാധ്യമമായിരുന്നെങ്കിൽ റസൂലുള്ളാഹിന്റെ കുപ്പായ ഊരിക്കാൻ സാധിക്കുമോ? റസൂലുള്ളാഹിന്റെ കുപ്പായ ഊരിക്കാൻ സാധിക്കുമോ? സഹാബിമാര് സമ്മതിക്കുമോ? പ്രവാചകന്റെ ചെരുപ്പ് ഊരി വെക്കാൻ സാധിക്കുമോ? ആ ചെരുപ്പിട്ട് നടക്കാനുള്ള മത്സരാവൂലേ? പ്രവാചകന്റെ മോതിരം ഊരി വെക്കാൻ സാധിക്കുമോ? അത് ഇടുന്ന കാര്യത്തിൽ മത്സരാവൂലേ? നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ട് സഹാബത്ത് നിന്നിട്ട് റസൂലുള്ളാഹിന്റെ 2 കൈ പിടിച്ചിട്ട് പ്രവന്റെ 2 കൈകളും പിടിച്ചിട്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്, അനീതമായി കൈപിടിച്ച് നിങ്ങൾ അർപ്പിക്കുന്നത് എന്നൊരു പ്രാർത്ഥന ഹദീസിൽ കാണോ? റസൂലുള്ളാഹിന്റെ തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പഠിച്ചവരെ ശിരസിൽ മുടികൾ ചെയ്യുന്നത് എന്നൊരു പ്രാർത്ഥന ഉണ്ടോ? അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ പ്രവാചകന്റെ വഹ്യ് വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം കയറി വരുന്ന വീട്ടിൽ, പ്രവാചകനോട് സംസാരിക്കുന്ന വീട്ടിൽ 3 മാസക്കാലം അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല എന്നുള്ളത് വയന്നു പറയാനുള്ള വിഷയമല്ല.
വീടാണുണ്ടായില്, ആ വീട്ടിലും പട്ടിണിയാ. റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട്, റസൂലുള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ട് ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ പട്ടിണി മാറണമെങ്കിൽ പ്രവാചകന്റെ വീട്ടിൽ പട്ടിണി മാറണം. ഭാര്യമാര് റസൂലുള്ളാഹിനോട് കെഞ്ചി പറഞ്ഞു. അള്ളയാണ് ആ വിഷയത്തിൽ ഇടപെട്ടത്. പട്ടിണിയെ പറ്റി പറഞ്ഞപ്പോ പ്രവാചകന്റെ പള്ളിയുടെ ചായ്പിൽ, പള്ളിയുടെ ഓരത്ത് 300 ചില്വാനം ആളുകൾ ആ കുടി കെട്ടിത്താമസിച്ചത്. മക്കയിൽ നിന്ന് ഹിജറ വന്ന ആളുകള്. അവിടെ വലിയ വമ്പന്മാരും മുതലാളിമാരുവാ. ഇവിടെ ഒന്നുമില്ലാത്ത സാധുക്കളാ. ആ സാധുക്കള് നിങ്ങൾക്കറിയോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? നമസ്കാരം കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോകുമ്പോ അബൂബക്കറിനോടും ഉമറിനോടും ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ ദയനീയ അക്ഷരകുട്ടവും അവസാനം എല്ലാവരും പിരിഞ്ഞു പോകും. അബൂ ഹുറൈറ പറയാണ്, നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് സുഫുകളിൽ നിന്ന് ആളുകൾ തല പിന്നി വീഴും. നല്ലവണ്ണം വയറ് നിറച്ചു വന്ന ആളുകൾ ഞങ്ങളെ കളിയാക്കും, മജ്നൂൻ, ഭ്രാന്താണോന്. അതിന് മറുപടി പറയും, ഞങ്ങൾ മജ്നൂനുകളല്ല, ഞങ്ങളുടെ ഭ്രാന്ത് ജൂആണ്, ജുനൂനല്ല, വിശപ്പാണ് ഞങ്ങൾക്ക്. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ പ്രവാചകന്റെ കൂടെയുള്ള ആളുകൾ പട്ടിണി കൊണ്ട് പൊരിയുന്നു. എവിടെയായിരുന്നു ഈ ബർക്കത്ത്? അള്ളാഹുവിന്റെ റസൂൽ അത് വിതരണം ചെയ്യുന്ന ആളാണോ? പ്രവാചകന്റെ അവയവങ്ങൾ അതിനു വേണ്ടിയിട്ടാണോ അല്ലാഹു തആല സൃഷ്ടിച്ചത്? ഇത് കച്ചവടമാണ്, ഇത് കൊടും തട്ടിപ്പാണെന്ന് പറയാൻ എന്തേ മുസ്ലിം സാധനക്കായ മുസ്ലിം, ഈ വയല് കേട്ടിട്ടുള്ള മുസ്ലിങ്ങൾ, ഈ ചരിത്രം അറിയുന്ന മുസ്ലിങ്ങൾ എന്തേ അമാന്തിച്ചു നിന്നത്? സകല ബർക്കത്തുകളും സകല റഹ്മത്തുകളും കൊണ്ടുവരുന്ന ഒരു മുടിയാണിതെങ്കിൽ പ്രവാചകൻ തന്നെ ജീവിച്ച വീടിന്റെ ഉള്ളിലെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. ഒരു മഴ പെയ്താൽ കിടക്കുന്നത് പോലെ ഞങ്ങളെ മണത്തിരുന്നു. ഞങ്ങളുടെ മുന്നിൽ ആയിഷ ബീവിയോട് ചോദിച്ചു, ഇരുട്ടിന്റെ കാര്യം പറഞ്ഞപ്പെട്ട കാര്യം പറഞ്ഞപ്പോ ആയിഷ അല്ലാഹയോട് ചോദിച്ചു, ഉമ്മ അന്ന് വീട്ടിൽ വിളക്ക് കത്തിക്കാറില്ലേ? ഇമാം ബുഖാരി ഉദ്ധരിച്ചതാ. അതിന് മറുപടി എന്താ? മോനെ, വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശക്കത് ഞാൻ കുടിമായിരുന്നു. തലല്ലാത്തൊരു മുടി, അതാണ് എന്റെ പേരെന്നെ. തലല്ലാത്ത തലല്ലൊരു മുടി, അത് ഒറിജിനൽ ആണെങ്കിൽ പോലുള്ള സ്ഥിതി ഇതാണ്. അത് ബർക്കത്തെടുക്കാൻ, ആ ബർക്കത്ത് കൊണ്ട് ജീവിച്ചു പോകാൻ. മുസ്ലിം സമൂഹത്തെ കച്ചവടമാക്കുന്ന ഈ പൗരോഹിത്യത്തെ കുറിച്ച് നമ്മൾ എന്തു പറയും? അതിൽ പോയി അവരുടെ മനസ്സിലെന്താ? അള്ളാഹുവിന്റെ പതികൻ സഹായിക്കുന്നു, ശംഭോളെ സഹായിക്കുന്നു, കനമായിക്കുന്നു. നാങ്കളാളുകളോട് പറയേണ്ടത്, എനിക്ക് തന്നെയും എന്തെങ്കിലും ഒരു ഉപകാരം, എനിക്ക് തന്നെയും അധീനമാക്കാൻ സാധിക്കുകയില്ലെന്ന് നീ ജനങ്ങളോട് പറയേ. കിണല് വാരിപ്പൊത്തി വയറിൽ നിറച്ച് കമിഴന്ന് ഇരഞ്ഞ് എലിപൊത്തി വിശപ്പടക്കാൻ പാടുപെടുന്ന അഹ്ലുസുഫക്കാരെ കഥ ഹദീസിലുള്ളത്. ശമ്പളം ഈ ഒരു വിധത്തിലുള്ള ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് തലമുറകളായി തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ ആളുകൾ ഉണ്ടാകും എന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. പ്രവാചകൻ ആളുകളോട് എന്താ നിങ്ങൾക്കറിയാൻ ഇനി ശിർക്ക് വരാൻ സാധ്യതയില്ല. ആരോട് പറഞ്ഞു? സ്വഹാബത്തിനോട് പറഞ്ഞു. നിങ്ങളിൽ ആരും ശിർക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ വരുന്ന തരം എങ്ങനാ പറഞ്ഞു? ഉറമ്പ് അരിച്ചു കയറുന്നത് പോലെ ശിർക്കിനെ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു. ഉറമ്പരിച്ചു കയറുന്നത് പോലെ ഗൂഢമായി ശിർക്ക് നിങ്ങളിലേക്ക് വരുന്നത് ഞാൻ ഭയപ്പെടുന്നു. പ്രവാചക തിരുമേനി പറഞ്ഞു, ലാ തഖൂമു
വിഭാഗങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചാലല്ലാതെ ഖിയാമം സംഭവിക്കുകയില്ല. വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ശിർക്ക് കൂടിക്കലർന്നാലല്ലാതെ തിരിഞ്ഞത. എന്നിട്ട് റസൂൽ അല്ലാഹുവോട് റബ്ബേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് റബ്ബേ. ആരാധിക്കപ്പെടുന്ന പൂജിക്കപ്പെടുന്ന അള്ളാന്റെ റസൂല് പറഞ്ഞ പേര് വസനുൻ, ബിംബം എന്നാണ്. ബിംബം, നാട്ടിവെക്കപ്പെട്ട ബിംബത്തിന് പകരം മലർന്നു കിടക്കുന്ന ബിംബം, ചെരിഞ്ഞു കിടക്കുന്ന ബിംബം. റസൂലുള്ള പറഞ്ഞതാ വസന്, ബിംബാണ്. ആ ബിംബാരാധന മുസ്ലിങ്ങൾ ചെയ്യുന്നു. ശിർക്കിലേക്കാണ് മുസ്ലിങ്ങളിൽ പോയത്, ശിർക്കിലേക്ക്. ഇതൊരു നിസ്സാരമായ സംഗതിയല്ല. അല്ലാഹു തആല ഖുർആൻ, നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. റസൂലുള്ള മരിക്കുന്ന സമയത്ത് 2 വസിയത്ത് ചെയ്തത് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആയിഷ ബീവിയുടെ നെഞ്ചിൽ തലചായ്ച്ച് പ്രവാചക തിരുമേനി വഫാത്താകുന്ന അവസാന സമയങ്ങളിൽ 2 കാര്യം പറഞ്ഞത് ഹദീസുകളിൽ കാണാം. ഒന്ന്, റസൂലുള്ള പറഞ്ഞത് യാ ഇബാദല്ലാഹ് അസ്വലാ, യാ ഇബാദല്ലാഹ് അസ്വലാ, യാ ഇബാദല്ലാഹ് അസ്വലാ. അല്ലാഹുവിന്റെ ദാസന്മാരെ, നമസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കണം, നമസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കണം, നമസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കണം. പിന്നെ റസൂലുള്ള പറഞ്ഞത് ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതന്മാരെ ശബറുള്ള കാരണം അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ അവർ ആരാധനാലയങ്ങളാക്കി എന്നതാണ്. ഊരും പേരും അറിയാത്ത ഖബറല്ല, അഡ്രസ് ഇല്ലാത്ത ആളുകളുടെ ഖബറല്ല, നബിമാരുടെ ഖബറുകൾ, നബിമാരുടെ ഖബറുകൾ. അത് ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നു. ചാണിന് ചാണായും ചാണിന് ചാണായും മുഴത്തിനു മുഴമായും നിങ്ങൾ അവരെ പിൻപറ്റുക തന്നെ ചെയ്യുമെന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ പിന്തുടരുന്നു. CD വാങ്ങാൻ സന്നദ്ധ CD, യേശുവിന്റെ കല്ലറ, യേശുവിന്റെ വസ്ത്രം, യേശു ഉയർത്തെഴുന്നേറ്റ സ്ഥലം, യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലം, നസ്കളുടെ അതേ പരിപാടിയാണിപ്പോ മുസ്ലിങ്ങളിൽ തിരുശേഷിപ്പ് എന്ന് പറഞ്ഞ് കച്ചവടമാക്കുന്നത്. അതേ പാരമ്പര്യം ശിർക്കിലേക്ക് പോകുന്ന രൂപാണിത്. ഈദ് തർക്കിലാടക്കുന്ന കച്ചവടമാണ് ജാറക്കച്ചവടം. 2 കൂട്ടം ആളുകൾക്കും തർക്കമില്ലാത്തതാ ജാറക്കച്ചവടം. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. പ്രവാചക തിരുമേനി പറഞ്ഞ ചാണന് ചാണായും മുഴത്തിനു മുഴമായും. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സ് മുറിപ്പെടുന്ന ചില കാഴ്ചകളുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരയാ, അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് കണ്ണുനീര് വാർക്കാത്ത ലക്ഷോപലക്ഷം ആളുകൾ മരിച്ചുപോയ മഹാത്മാക്കളുടെ മുമ്പിൽ നെഞ്ചുപൊട്ടിക്കരയുന്നത് കാണാൻ പടച്ചവനോട്, അള്ളാഹുവിനോട് നെഞ്ചുനേറിക്കരയാത്ത മനുഷ്യൻ മരിച്ചുപോയ മഹാത്മാവിന്റെ മുമ്പിൽ നെഞ്ചുനേറിക്കരയുന്നത് കാണാൻ ഇമാം ഷൗക്കാനി പറഞ്ഞു, ഇത് ശിർക്കല്ലെങ്കിൽ ദുനിയാവിൽ ശിർക്കില്ല, ഇത് ശിർക്കല്ലെങ്കിൽ ദുനിയാവിൽ ശിർക്കില്ല. മുസ്ലിങ്ങളായി ചെയ്യുന്നത്, മുസ്ലിങ്ങളാണ് ഈ ചെയ്യുന്നത്. ഖുർആൻ പറഞ്ഞില്ലേ, വഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ വഇദാ ദുക്കിറൽ ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. അല്ലാഹുവിനെ മാത്രമെന്ന് പറയപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ മനസ്സിൽ വെറുപ്പാണ്. വഇദാ ദുക്കിറൽ ലദീന മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് പറയപ്പെട്ടാലോ ഇദാഹും യസ്തബ്ശിറൂൻ, അവർ സന്തോഷിക്കുകയായി. എത്ര കൃത്യമാണ് ഈ ആയത്ത്. റസൂലുള്ളാഹി പറഞ്ഞു, യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ് എന്ന് വിളിക്കാൻ ആളില്ലാത്ത കാലം വന്നാൽ നിങ്ങൾ ഖിയാമത്തിനെ പ്രതീക്ഷിക്കുക. അല്ലാഹ് എന്ന് വിളിക്കാൻ അല്ലാഹ് കാണാവൂല. ആലോചിച്ചു ഇതിന്റെ അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, നമ്മളെ ചെറുപ്പം മുതലേ പഠിച്ചു വന്നൊരു സംഗതി ഞാൻ നീട്ടിപ്പരത്തിയ, ഞാൻ ഇപ്പൊ അവസാനിക്കും. നമ്മളെ ചെറുപ്പം മുതൽ
എന്താ ശീലം? മകനെ ഉസ്താദ് നമ്മിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് പറയാം. എന്നിട്ട് നമ്മളെ കൊണ്ട് ചൊല്ലിക്കും മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞ ആളാണ് മുസൽമാൻ, അയാളാണ് മുസ്ലിം. ആ മുസ്ലിമിനെ അള്ളാഹ് വരിവരിക്ക് നിർത്തുക, ഈ മുസൽമാനെ അള്ളാഹു വരിവരിക്കുന്നു അന്നരം എന്നിട്ട് മുസ്ലിമിനെ കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കുന്നു, റബ്ബേ നേർവഴിക്ക് ഞങ്ങളെ നീ നയിക്കണമേ. അപ്പൊ ഈ നിൽക്കുന്നതൊക്കെ നേർവഴിക്കാരല്ലേ ആണ്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, റബ്ബേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തില്. ഉലൈക്കല്ലദീന അൻഅമല്ലാഹു അവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ആക്ക് റബ്ബേ. ആരാ പറയുന്നത്? സഫായി വരിവരിയായി നിന്ന് പറയുന്നത്, ഷഹാദത്ത് കലിമ ചൊല്ലി മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് ഒളിവാക്കി പറഞ്ഞ മനുഷ്യന്മാരായി നിൽക്കുന്നത്. എന്തിനാ ഇത് പറയിപ്പിക്കുന്നത്? ഇത് പറഞ്ഞാ പോരെ? റബ്ബേ ഞങ്ങളെ നേർവഴിക്കാക്കണം എന്ന് പറഞ്ഞാ പോരെ? അത് പോരാന്നാ അള്ള പറഞ്ഞത്. അള്ള പറഞ്ഞത് മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. റബ്ബേ വഴിപിഴച്ചുപോയ മുൻഗാമികളുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ആക്കരുത്. വഴിപിഴച്ചുപോയ വഴികെട്ടുപോയ ജൂതന്മാരെയും വേദക്കാരെയും പോലെ ഞങ്ങളെ നീ ആക്കരുത് റബ്ബേ. ആരാ പറയുന്നത്? മുസ്ലിങ്ങള്. എന്താ കാരണം? ഇത് ചെയ്യും ചാണിന് ചാണായും മുഴത്തിനു മുഴമായും അവരെ പിൻപറ്റുക തന്നെ ചെയ്യുന്ന അള്ളാന്റെ റസൂല് പറഞ്ഞതാ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് ഒറ്റക്കായാലും ജമാഅത്തായിട്ടാണെങ്കിലും സൂറത്തുൽ ഫാത്തിഹ ഓതണം. അത് ഓതാത്തോന് നിസ്കാരമല്ല, അത് നിസ്കരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ നീ ആക്കല്ലേ. നമ്മൾ ആലോചിക്കണം. ആ കൂട്ടത്തിലാണ് വ്യാഖ്യാനം വന്നത് മുജാഹിദുകളിൽ നിന്ന്. പല കഴിവുകളും പല സൃഷ്ടികൾക്കും കൊടുത്തിട്ടുണ്ടാവാം. അവരോട് ആ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കാം. ആ കൂട്ടത്തിലേക്കാണ് ജിന്ന് സഹോദരന്മാർ കയറി വരുന്നത്. നമ്മുടെ സഹോദരന്മാർ മുസ്ലിങ്ങളായ സഹോദരന്മാരാണ് ജിന്നുകളിൽപ്പെട്ട സഹോദരന്മാർ. അവര് നമ്മുടെ ഈ തർക്കം കേട്ട് ചിരിക്കുന്നുണ്ടാവും, യോഗം കൂടുന്നുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും. അവര് നമ്മളെ കളിയാക്കും. കാരണം ഒക്കെ നമുക്ക് കാണാമല്ലോ. സഹോദരങ്ങളെ, മുജാഹിദുകളെ ഇതിനും പറയുന്നു. ജിന്നുകളെ കാണൂല കേൾക്കൂല എന്നൊന്നുമല്ല. നമ്മൾ പറയുന്നത് അള്ളാന്റെ ആയത്ത്. ഒരു പാടിൽ പോവാ. അവര് വിജനമായ പ്രദേശമാണല്ലോ കേരളത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വാക്കിപ്പോ വിജനമായ പ്രദേശം. ആ വിജനമായ പ്രദേശത്ത് കൂടെ ആളുകൾ ഇങ്ങനെ അറബികൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവര് പറയും, നാട്ടുമുഖ്യന്മാരെ എന്ന് പറയുന്നത് പോലെ ജിന്ന് മുഖ്യന്മാരെ, ജിന്ന് നേതാക്കന്മാരെ, ഞങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങൾക്ക് ദ്രോഹങ്ങളൊന്നും വരുത്തരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഈ ആളുകൾ ജിന്നുകളെ വിളിച്ച് സഹായം ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഇവര് പ്രാർത്ഥിച്ചിരുന്നത് ജിന്നുകളിൽപ്പെട്ട ശൈത്താന്മാരായിരുന്നു. എന്ന് പറഞ്ഞാൽ കാഫിർ ജിന്നുകളെയായിരുന്നു. ആ കാഫിർ ജിന്നുകൾ മുസ്ലിങ്ങളായി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു സബബ് നുസുലായി പറയുന്നത് ഈ ജിന്നുകൾ മുസ്ലിങ്ങളായി. അപ്പൊ നല്ല മുസ്ലിങ്ങളായ, നല്ല ജിന്നുകളായി, നല്ല മുസ്ലിങ്ങളായി. അപ്പൊ ഇവരോട് അള്ള പറയേണ്ടത് എന്താ? പടച്ചോൻ പറയേണ്ടത്, സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുവരെ ഇസ്തിഗാസ നടത്തിയത്, തേടിയത് കാഫിർ ജിന്നുകളോടാണ്, ശൈത്താന്മാരോടാണ്. ഇപ്പൊ നിങ്ങളതാ അവരൊക്കെ മുസ്ലിങ്ങളായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക. എന്നിട്ട് മുസ്ലിം ജിന്നുകളോട് നിങ്ങൾക്ക് സഹായം ചോദിക്കാം. ചെയ്യും. അങ്ങനെ ചെയ്യണ്ടേ? അതിന് പകരം അള്ള പറഞ്ഞെന്താ? പടച്ചോൻ പറഞ്ഞെന്താ?
യർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ജിന്നുകളുണ്ടല്ലോ, അവര് നിങ്ങളുടെ ഒരു ദുരന്തം നീക്കുവാനോ വേറെ ഏതെങ്കിലും തിരിക്കാനോ സാധിക്ക, നമ്മളെ പിടിച്ചു മാറ്റാൻ സാധിക്കൂല. ഒരു ദുരന്തം മാറ്റി വെക്കാൻ അവർക്ക് സാധിക്കൂല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരും ശിക്ഷയെ ഭയപ്പെടുന്നവരുമാണ്. ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ, നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ ഭയപ്പെടേണ്ടതാകുന്നു. ജിന്നുകളെ പറ്റിയായി പറഞ്ഞേ ശരിക്കും നമ്മൾ ആലോചിക്കണം. അവര് സഹായിക്കൂല എന്നല്ലേ പറഞ്ഞത്, അവർ കേൾക്കൂല എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് പരലോകത്ത് വിചാരണ ചെയ്യുമ്പോ വരുന്ന രംഗം നോക്കൂ നിങ്ങൾ. യൗമ യഹ്ശുറുഹും ജമീഅ, ആളുകളെ മുഴുവൻ അല്ലാഹു ഒരുമിച്ച് കൂട്ടും. ആ കൂട്ടത്തിൽ മലായിക്കത്തുകളെയും ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് അള്ളാന്റെ ചോദ്യം, അള്ളാഹ് ചോദിക്ക ആരോട്? മലക്കുകളോട്. ഇയ്യാക്കും കാനൂ യഅ്ബുദൂൻ, മലക്കുകളെ നിങ്ങളെയായിരുന്നോ ഇവര് ആരാധിച്ചിരുന്നത്, സഹായം ചോദിച്ചിരുന്നത്? ഖാലൂ, മലക്കുകൾ പറയും സുബ്ഹാനക റബ്ബേ, അത്ഭുതം തന്നെയാണ് കാര്യം, നീ പരിശുദ്ധനാണ്. ഞങ്ങൾ എന്താണ്? പടച്ചവനെ, ഞങ്ങളുടെ വലിയ നീയാണ്, ഞങ്ങളുടെ രക്ഷകൻ നീയാണ്. ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന, അവർ ആരാധിച്ചിരുന്നത് ജിന്നുകളെയായിരുന്നു. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, അവരിൽ ഭൂരിപക്ഷവും ഈ ജിന്നുകൾ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. മലക്കുകളെ വിചാരണ ചെയ്യുമ്പോ ഞങ്ങളല്ല റബ്ബെ വിളിച്ചിരുന്നത്, സഹായം ചോദിച്ചിരുന്നത് ജിന്നുകളായിരുന്നു. ആ ജിന്നുകൾ സഹായിക്കുന്നവർ വിശ്വസിക്കുന്നവരായിരുന്നു. ഖുർആൻ പറഞ്ഞതാ. ഇതാ മുജാഹിദുകൾ ഓതുന്നത്. ഏതൊക്കെ പണ്ഡിതന്മാര് ആരൊക്കെ എവിടൊക്കെ എന്തൊക്കെ എഴുതി വെച്ച് സംബന്ധിച്ചിടത്തോളം അവരോടുള്ള സകല ബഹുമാനവും നിലനിർത്തിക്കൊണ്ട്, എന്താണ് കൂട്ടരെ ലോകം കണ്ടതിൽ വെച്ച് പ്രഗത്ഭനായ പണ്ഡിതനായ ഇമാം ഷാഫി റഹ്മഹുല്ലാ ഉദ്ധരിച്ച തെളിവ് നമ്മൾ അംഗീകരിക്കുന്നില്ലല്ലോ. അദ്ദേഹം സുബഹിക്ക് കുനൂത്തിന്റെ പേര് പറയുമ്പോൾ റഹിമഹുല്ലാ എന്ന് പറയുന്നത് ആ ഇൽമിനെ, ആ പണ്ഡിതനെ നമ്മൾ ആദരിക്കുന്നു എന്നതിന്റെ തെളിവാ. പക്ഷേ അദ്ദേഹം ആ പറഞ്ഞ കാര്യത്തോട് നമുക്ക് യോജിപ്പില്ല. നമ്മൾക്കല്ല, 3 മദ്ഹബിന്റെ അബൂ ഹനീഫത്തുൽ കൂഫിക്കോ അഹ്മദ് ബിൻ ഹംബലിനോ ഇമാം മാലിക്കിനോ ആ അഭിപ്രായമില്ല. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തോട് ബഹുമാനമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അത് സ്വഹീഹായ അഭിപ്രായമല്ല. അങ്ങനെ 100 കാര്യങ്ങൾ ഞാൻ വിശദമാക്കല്ല. അതുകൊണ്ടാണ് തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് വരുന്നത് നമ്മൾ ജാഗ്രതയോടുകൂടി കരുതിയിരിക്കണം എന്ന് പറഞ്ഞ്. ഇതൊരു നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ആളുകളോട് സകല മുക്കിലും മൂലയിലും ചെന്ന് ആളുകളോട് ഇത് പറയുന്നത്, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, നമ്മുടെ നേർച്ചകളും വഴിപാടുകളും ഒക്കെ അവനോട് ചെയ്യണം. 1 നൂറ്റാണ്ടോളം കാലമായി കേരളത്തിലെ സകല സ്ഥലങ്ങളിലും നമ്മൾ വെല്ലുവിളിച്ചു പുരോഹിതന്മാരെ, അല്ലാഹുവല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട്, ബദരീങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ഷേഖെ രക്ഷിക്കണേ തുടങ്ങി മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിച്ചതിന്, സഹായം ചോദിച്ചതിന് ഒരു തെളിവ് ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് 1 നൂറ്റാണ്ടായിട്ടും മറുപടിയില്ല. എന്താ കാരണം? ഇല്ലാഞ്ഞിട്ടാ. അതിൽ ആ ബലമാണ്, ആ ഖുർആനിന്റെ പിന്തുണയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. ആ മുജാഹിദ് പ്രസ്ഥാനമാണ് ഇന്നും ഇതിനിടയിൽ വരുന്ന ശിർക്കിലേക്ക് വരുന്ന വസീലകൾ, അവരുടെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്, ശിർക്കിലേക്കുള്ള വസീലയെപ്പോലും ചെറുത്ത് തോൽപ്പിക്കണം അവരോടുള്ള സ്നേഹം കൊണ്ട് എന്ന് നമ്മൾ വിളംബരം ചെയ്യുന്നത്. നാളെ അവരും നമ്മുടെ കൂട്ടത്തിൽ വരണം, അവരെ തിരിച്ചു കൊണ്ടുവരണം. തിരിച്ചു വരണം. അവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ആശയക്കുഴപ്പമുണ്ടാക്കി സ്വഹീഹായ ഹദീസ് പോലും പരിഗണിക്കാൻ പാടില്ലെന്ന നിയമമുള്ള ഇസ്ലാമില് ലഈഫായ ഒരു ഹദീസിന്റെ, മൗളൂആയ ഹദീസിന്റെ വാലിൽ തൂങ്ങി ചർച്ച നടത്തുന്നതിന്റെ പൊട്ടത്തരം ഒരുപാട് ആളുകൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊരു വാശിയുടെ പ്രശ്നമാകുമ്പോ, നേരത്തെ
നമ്മുടെ മടവൂര് പറഞ്ഞതുപോലെ ഇതൊരു വാശിയുടെ പ്രശ്നമാകുമ്പോ ആളുകൾ ആ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതോടെ വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, എല്ലാ നബിമാരോടും വഹി നൽകിയതുപോലെ താങ്കൾക്കും നൽകുന്ന വഹിയാണിത്. താങ്കൾ ശിർക്ക് ചെയ്തു പോയാൽ താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. ഒരു നന്മയും ശേഷിക്കുകയില്ല. എല്ലാ അമലും പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ. എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ താങ്കളായിത്തീരും. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാഴികക്ക് 40 വട്ടം നമ്മൾ ആവർത്തിച്ച ആളുകളോട് പറയുന്നത്. ചെയ്ത അമലിന് 10 പൈസന്റെ വിലയില്ലാതെയാവും. അതുകൊണ്ടാ തിരുമേനി പറഞ്ഞത്, നരകത്തിൽ നിന്ന് കരകയറി വരുന്ന സ്വർഗത്തിലേക്ക് വരുന്ന ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞപ്പോ ഉടനെ ചോദിച്ചു സഹാബത്ത്, മൻഹും യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, ഈ നരകത്തുനിന്ന് കരകയറി വരുന്ന ആളുകൾ ആരാ? നരകത്തുനിന്ന് കരകയറി വരണമെങ്കിൽ അവർക്ക് പുണ്യം ഉണ്ടാകണമല്ലോ, പുണ്യകർമ്മങ്ങൾ വേണമല്ലോ സ്വർഗത്തിൽ വരാൻ. അവരാരാ? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? വഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈആ. അല്ലാഹു ഉദ്ദേശിച്ചാൽ ശിർക്ക് ചെയ്യാതെ മരിച്ചുപോയ ആളുകൾക്ക് ആ ഭാഗ്യം സിദ്ധിക്കും. ശിർക്ക് ചെയ്യാതെ മരിച്ചുപോയ ആളുകൾക്കാണ് ആ ഭാഗ്യമുണ്ടാവുക. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, വഇന്നഹു മയുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവന് സ്വർഗം ഹറാമാകുന്നു. അവന് സ്വർഗം ഹറാമാകുന്നു. നരകം കിട്ടുന്നു മാത്രമല്ല പറയും, സ്വർഗം ഹറാമാകുന്നു. ആ പാപത്തിന്റെ ലാഞ്ചനയുള്ള, അതിന്റെ ചേരുവയുള്ള, സംശയാസ്പദമായ ഒരു കാര്യത്തിൽ കൂടെ പോലും കടന്നു പോകരുത് എന്നാണ് മുജാഹിദുകൾ ആളുകളെ തെര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്നും എന്നും നമ്മുടെ വിഷയം. നമ്മുടെ സഹോദരന്മാരെയും ആ തെറ്റിദ്ധാരണയിൽ നിന്ന് മാറി അവര് തൗഹീദിന്റെ കാമ്പിലേക്കും കഴമ്പിലേക്കും പണ്ടത്തേതുപോലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവരോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആദ്യത്തെ നിഷ്കളങ്കമായ, നിസ്വാർത്ഥമായ, ആത്മാർത്ഥമായ ആ പടയണിയിൽ വന്ന് ചേരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇത് സ്നേഹം കൊണ്ടാണ് നമ്മൾ ഈ വിളംബരം പറയുന്ന ആളുകളോട് പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ശിർക്കിനെ സൂക്ഷിക്കുക. ഏത് രൂപത്തിലും അത് നമ്മൾ, മുജാഹിദുകളുടെ കൂട്ടത്തിൽ ശിർക്ക് വരൂല എന്ന് ഖുർആനിലും ഹദീസിലൊന്നുമില്ല. നമ്മൾ സൂക്ഷിക്കണം. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് കാലം കുറെ ആയി. സത്യത്തിൽ 40 ദിവസം കൊണ്ടാ മൂസാ നബിയുടെ ജനത ശിർക്ക് ചെയ്തത്. നമ്മളൊരു നൂറ്റാണ്ടായി. സത്മരികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ പാപങ്ങളും അള്ളാഹു നമ്മൾക്ക് പുറത്തു തരുമാറാവട്ടെ. ഏത് സമയത്ത് എവിടെ വെച്ചും മരണം പിടികൂടിയാലും മുസ്ലിങ്ങളായി, മുഅ്മിനുകളായി മരിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم على رسوله الأمين وآله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.